സമാന്തര ശ്രേണികൾ എന്ന ഈ പാഠഭാഗത്തിന്റെ അവസാനം 9 ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അതിൽ 3 ഉത്തരം ചോദ്യവും ഉത്തരവും കഴിഞ്ഞ പീരീഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ ബാക്കിയാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഇനി 6 ചോദ്യങ്ങളുണ്ട്. തുടങ്ങാം. 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെയും 15, 19, 23 എന്ന സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 20 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. 6, 10, 24 എന്ന ഒരു സമാന്തര ശ്രേണി, 15, 19, 23 എന്ന മറ്റൊരു സമാന്തര ശ്രേണി. അപ്പൊ 2 സമാന്തര ശ്രേണി. ഇവയുടെ ആദ്യത്തെ 20 പദങ്ങൾ തമ്മിലുള്ള പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസമാണ് കാണേണ്ടത്. അത് നമുക്ക് ആ ശ്രേണി ഒന്ന് എഴുതാം. 6, 10, 14 എന്ന സമാന്തര ശ്രേണി. പിന്നെയോ 15, 19, 23 എന്ന മറ്റൊരു സമാന്തര ശ്രേണി. ഇത് ഒന്നാമത്തെ സമാന്തര ശ്രേണി, ഇത് രണ്ടാമത്തെ സമാന്തര ശ്രേണി. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണണം. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണണം. എന്നിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം കാണാം. അതാണ് വ്യത്യാസം കാണാം. തുകകളുടെ വ്യത്യാസം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഭാഗത്തെ അവസാനത്തെ ചോദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സമാനമായ ഒരു ചോദ്യം തന്നെയാണത്. ഇതിന്റെ തുകകളുടെ വ്യത്യാസം കാണാൻ നമുക്ക് തുകകൾ കാണേണ്ട ആവശ്യമില്ല. പിന്നെന്ത്, ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. 6ഉം 15ഉം ഒന്നാമത്തെ പദം അല്ലെ, ഒന്നാമത്തെ പദം ഇവിടെ 6, ഇവിടെ 15. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 9 വ്യത്യാസം. ഇതോ രണ്ടാമത്തെ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതും 9, മൂന്നാമത്തെ പദവും 9. ഇങ്ങനെ പോകുന്നു. അപ്പൊ ഇവയുടെ വ്യത്യാസം 9 ആണ്. അതുപോലെ എത്ര പദങ്ങളാണ്? 20 പദങ്ങൾ. 20 പദങ്ങളുടെ തുകകളുടെ വ്യത്യാസം. അപ്പോ 9 ഗുണിക്കണം 20, 180 ആണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം തുകകൾ കാണാതെ തന്നെ വ്യത്യാസം ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം. ചില സമാന്തര ശ്രേണികളിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക ചുവടെ തന്നിരിക്കുന്നു. ഓരോ ശ്രേണിയുടെയും n-ാം പദം കാണുക. അപ്പൊ ഇവിടെ 1, 2, 3, 4, 5 സമാന്തര ശ്രേണികളുടെ n പദങ്ങളുടെ തുകകളാണ്. ഒന്നാമത്തെ എന്താ? n² + 2n. രണ്ടാമത്തത് 2n² + n. മൂന്നാമത്തത് n² - 2n. നാലാമത്തത് 2n² - n. അഞ്ചാമത്തത് n² - n. ഈ കാണിച്ചിരിക്കുന്ന ഇതൊക്കെ, ഈ 5 എന്താ പറയൂ? അത് സമാന്തര ശ്രേണികളുടെ പദങ്ങളുടെ തുകയാണ്. എന്നിട്ട് എന്താ വേണ്ടത്? ഇതിലെ ഓരോ ശ്രേണിയുടെയും n-ാം പദം കണ്ടുപിടിക്കണം. ചെയ്ത് നോക്കുക. ഒന്നാമത്തെ എന്താണ്? n² + 2n. ഇതാണ്. ഇതെന്താണ്? n പദങ്ങളുടെ തുകയാണ്. n² + 2n. കൺഫ്യൂഷൻ ഉണ്ടാകരുത്. കൺഫ്യൂഷൻ ഉണ്ടായാൽ ഒരു തെറ്റിപ്പോകും. മനസ്സിൽ ഉറപ്പിച്ചോളാം. ഇത് n² + 2n എന്ന് പറയുന്നത് എന്താ? അത് n പദങ്ങളുടെ തുകയാണ്. ഇനി ഇത് വെച്ച് നമുക്ക് ഇതിന്റെ സമാന്തര ശ്രേണി കണ്ടുപിടിക്കണം. അതാണ് ഒന്നാമത്തെ വഴി. അതിന് ആദ്യ പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം ഒക്കെ കാണണം അല്ലെ? ഒന്നാം പദം കാണാൻ എന്താ വഴി? n-ന്റെ വില 1 കൊടുക്കുക. n-ന്റെ വില 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1² + 2 ഗുണിക്കണം 1. 1² എത്രയാ? 1. 2 ഗുണിക്കണം 1, 2. ഇതിനോട് കൂട്ടിയാല് 3. ഇതെന്താണ്? സമാന്തര ശ്രേണിയുടെ ഒന്നാമത്തെ പദമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് പദങ്ങൾ സൂചിപ്പിക്കുന്നതല്ലോ, ഇത് പദങ്ങളുടെ തുകയല്ലേ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് 3 എങ്ങനെയാണ് ഒന്നാമത്തെ പദമാകുന്നത് എന്ന് ചോദിക്കും അല്ലെ?
ഒന്നാമത്തെ പദമാണെങ്കിലും ആദ്യത്തെ ഒരു പദത്തിന്റെ തുകയും എന്താണ്? ഒരു സംഖ്യയാണ്, വേറെ സംഖ്യ ഇല്ലല്ലോ, അതിന്റെ കൂടെ കൂട്ടാനില്ലല്ലോ. അപ്പം 3 എന്ന് പറയുന്നത് ഒന്നാമത്തെ പദമാണ്. ആ ഒരു പദം മാത്രമുള്ള സമാന്തര ശ്രേണിയാണെങ്കിൽ അതിന്റെ തുകയും അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഒന്നാമത്തെ പദമാക്കി എടുക്കാം. ഇനി നമ്മള് 2 പദങ്ങളുടെ തുകയാണ് കാണാൻ പോകുന്നത്. എങ്ങനെ? എന്നിന്റെ വില 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 2 സ്ക്വയർ പ്ലസ് 2 ഗുണിക്കണം 2. 2 സ്ക്വയർ 4, 2 ഗുണിക്കണം 2 4, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 8. അപ്പൊ ഇതെന്താണ്? 8 എന്താണ്? അത് രണ്ടാമത്തെ പദമല്ല, 2 പദങ്ങളുടെ തുകയാണ്. എന്നിന്റെ വില നമ്മൾ 2 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 പദങ്ങളുടെ തുകയാണ്. 1 കൊടുക്കുമ്പോഴും അത് ഒരു പദത്തിന്റെ തുകയാണ്. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു പദത്തിന്റെ തുക എന്ന് പറഞ്ഞാൽ അത് ആദ്യ പദം തന്നെയാണ്. അങ്ങനെയാണ് അത് 3 ഒന്നാം പദമായത്. പക്ഷെ 8 എന്തല്ല, രണ്ടാം പദമല്ല, 2 പദങ്ങളുടെ തുകയാണ്. പക്ഷെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? രണ്ടാം പദം കണ്ടുപിടിക്കാം. അതെങ്ങനെയാ? അത് ഈ തുക എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ മറ്റൊരു സംഖ്യ കൂട്ടിയതാണല്ലോ. അപ്പൊ രണ്ടാം പദം കണ്ടുപിടിക്കാൻ എന്താ? ഈ 8ൽ നിന്ന് 3 കുറച്ചാൽ കിട്ടുന്നതാണ് രണ്ടാം പദം. അതായത് 3 5, അടുത്ത പദം എന്താ? 7 9, ഇങ്ങനെ പോകും. ഈ ഒന്നാമത്തെ സമാന്തര ശ്രേണിയുടെ അതിലെ പദങ്ങൾ വരുന്നത് ഇതാണ്. 3 5 7 9. 7 എങ്ങനെ കിട്ടിയത്? ഇവ തമ്മിലുള്ള വ്യത്യാസം 3ഉം 5ഉം തമ്മിലുള്ള വ്യത്യാസം 2 ആണല്ലോ. അപ്പൊ 2 കൂട്ടി 7, 2 കൂട്ടി 9, 2 കൂട്ടി 11, 13. ഇതാണ് ഈ സമാന്തര ശ്രേണി. സമാന്തര ശ്രേണി കണ്ടുപിടിക്കാനല്ല ചോദ്യം. എന്താ? ഇവയുടെ എന്നാം പദം കണ്ടുപിടിക്കാൻ. എന്നാം പദം കാണാൻ നമുക്കറിയാം അല്ലേ? എന്താ? xn സമം f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. ആദ്യ പദം എത്രയാ? 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എത്രയാണ്? 2. അപ്പൊ 3 പ്ലസ് 2n മൈനസ് 2. 3 മൈനസ് 2 എത്രയാ? 1. അപ്പൊ 2n പ്ലസ് 1. ഇതാണ് എന്നാം പദം. ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ സമാന്തര ശ്രേണിയിലെ ഏത് പദം കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഒന്നാം പദം കാണണം. എന്നിന്റെ വില 1. 1 ഗുണിക്കണം 2 2. 2 പ്ലസ് 1 3. രണ്ടാം പദം കണ്ടുപിടിക്കണം. എന്നിന്റെ വില 2. 2 ഗുണിക്കണം 2 4. 4 പ്ലസ് 1 5. മൂന്നാം പദം കണ്ടുപിടിക്കണം. 2 ഗുണിക്കണം 3 6. 6 പ്ലസ് 1 7. നാലാം പദം കണ്ടുപിടിക്കണം. 2 ഗുണിക്കണം 4 8 പ്ലസ് 1 9. ഇങ്ങനെ പോകും. ഇതാണ് ആ സമാന്തര ശ്രേണിയുടെ എന്നാം പദം. ഓക്കെ, ഇതേപോലെ നമുക്ക് ഇനി 4 ചോദ്യങ്ങൾ കൂടെ ഇതിൽ തന്നിട്ടുണ്ട്. അതിന്റെ കൂടെയും എന്നാം പദം കണ്ടുപിടിക്കാം. ഇതേ പ്രൊസീജിയർ തന്നെയാണ്. അപ്പം കൺഫ്യൂഷൻ ഉണ്ടായിപ്പോരുത്. ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഓക്കെ, രണ്ടാമത്തത് 2n സ്ക്വയർ പ്ലസ് n. ആദ്യ പദം കണ്ടുപിടിക്കാൻ n-ന് 1 എന്ന് വില കൊടുക്കുക. അപ്പൊ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെ. 1 ഗുണിക്കണം 2 2 പ്ലസ് n 1 സമം 3 ആണ് ഇതിന്റെയും ആദ്യ പദം. ഇനി 2 പദങ്ങളുടെ തുക കാണാൻ n-ന്റെ വില 2 കൊടുക്കണം. അപ്പൊ 2 ഗുണിക്കണം 2 സ്ക്വയർ പ്ലസ് 2. 2 ഗുണിക്കണം 2 4. 4 ഗുണിക്കണം 2 സ്ക്വയർ 2 ഗുണിക്കണം 2. 4 ഗുണിക്കണം 2 8. 8 പ്ലസ് 2 10. ഇത് 2 പദങ്ങളുടെ തുക. അപ്പൊ രണ്ടാം പദം കാണാൻ എന്താ വഴി? രണ്ടാം പദം കാണാൻ 10 മൈനസ് 3 സമം 7. അപ്പോ ഇതിന്റെ സമാന്തര ശ്രേണി ആദ്യ പദം 3, രണ്ടാം പദം 7. 3ഉം 4ഉം 7. 7ന്റെ കൂടെ 4 കൂട്ടിയാൽ 11 15. ഇങ്ങനെ പോകും. ഇതാണ് ഇതിന്റെ സമാന്തര ശ്രേണി. ഇനി ഇതിന്റെ എന്നാം പദം കാണാൻ f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d എന്ന സൂത്രവാക്യം ഇവിടെ ഉണ്ട്. അത് പ്രകാരം f 3 പ്ലസ്
n മൈനസ് 1 ഇൻറ്റു ഡി എത്ര ഡി 4. 7 മൈനസ് 3 4. ഇനി 3 പ്ലസ് 4n മൈനസ് 4 സമയം വന്നു 4n മൈനസ് 3 മൈനസ് 4 എത്രയാ 1. 4n മൈനസ് 1. ഇതാണ് ഇതിന്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം n സ്ക്വയർ മൈനസ് 2n. അപ്പോ ആദ്യ പദം 1 സ്ക്വയർ മൈനസ് 2n. 2 ഗുണിക്കണം 1 2. 1 മൈനസ് 2 മൈനസ് 1. രണ്ട് പദങ്ങളുടെ തുക n സ്ക്വയർ 2 സ്ക്വയർ മൈനസ് 2 ഗുണിക്കണം 2 4. 2 സ്ക്വയർ 4. 4 മൈനസ് 4 0. ഇത് രണ്ട് പദങ്ങളുടെ തുക. ഇനി എന്ത് വേണം രണ്ടാമത്തെ പദം കാണണം. അതിനെന്താ ഇതിൽ നിന്ന് -1 കുറക്കണം. മൈനസ് ഓഫ് മൈനസ് എന്ന് പറഞ്ഞാൽ എന്താ പ്ലസ് ആണ് അല്ലെ. അപ്പം 1 ഇതാണ് രണ്ടാം പദം. ഒന്നാം പദം എത്ര കിട്ടി -1. രണ്ടാം പദം എത്ര കിട്ടി 1. ഇനി f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. f ആദ്യ പദം -1 പ്ലസ് f മൈനസ് 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. പൊതുവ്യത്യാസം കാണണം. ഇതിൽ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം കൊടുക്കണം. അപ്പം മൈനസ് ഓഫ് മൈനസ് 1 മൈനസ് ഓഫ് മൈനസ് പ്ലസ്, അതായത് 1 പ്ലസ് 1 2. ഇതാണ് പൊതുവ്യത്യാസം. ഡി 2 -1 പ്ലസ് 2n മൈനസ് 2. 2n മൈനസ് -2 -1 എത്രയാ -3. ഇതാണ് n-ാം പദം. 2n -3. അടുത്ത ചോദ്യം ഡി 2n സ്ക്വയർ മൈനസ് n. ആദ്യ പദം കാണാൻ നമുക്ക് n-ന് 1ന്റെ വില കൊടുക്കുക. അപ്പൊ 2 ഗുണിക്കണം 1 സ്ക്വയർ 2 മൈനസ് n-ന്റെ വില 1 കൊടുത്തു ആദ്യ പദം. അപ്പൊ 2 മൈനസ് 1 1. ഇതാണ് ആദ്യ പദം. ഇനി രണ്ട് പദങ്ങളുടെ തുക കാണാൻ 2 ഗുണിക്കണം 2 സ്ക്വയർ മൈനസ് 2. 2 ഗുണിക്കണം 2 4. 4 8. 8 മൈനസ് 2 6. ഇതാണ് രണ്ട് പദങ്ങളുടെ തുക. ഇപ്പൊ രണ്ടാമത്തെ പദം കാണാൻ 6 മൈനസ് ആദ്യ പദം 1 സമം 5. സമാന്തര ശ്രേണി വരുന്നത് 1 5 9 13 ഇങ്ങനെ പോകും. ഇതിന്റെ n-ാം പദം കാണണം f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഞാൻ എല്ലായ്പ്പോഴും ഈ സൂത്രവാക്യം ഇവിടെ എഴുതുന്നതിനെ അറിയോ? അതെ, ഒരു ആശയക്കുഴപ്പം പോക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടി വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ സൂത്രവാക്യം ഇവിടെ ഉണ്ട്, പക്ഷേ ഞാൻ ഇവിടെ എഴുതുന്നു, അത്രയേ ഉള്ളൂ. ആദ്യ പദം 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എത്രയാ 5ൽ നിന്ന് 1 കുറച്ചാൽ 4. അപ്പൊ 1 പ്ലസ് 4n മൈനസ് 4. 1 മൈനസ് മൈനസ് 4 മൈനസ് 3. 4n മൈനസ് 3. ഇതാണ് നാലാമത്തെ ഡി. അതിന്റെ n-ാം പദം. അടുത്ത നോക്കാം. ഇതിലെ ലാസ്റ്റ് ഈ 5എണ്ണത്തിലെ ലാസ്റ്റ് n സ്ക്വയർ മൈനസ് n. ആദ്യ പദം കാണാൻ n-ന്റെ വില 1 കൊടുക്കുന്നു. 1 സ്ക്വയർ അത് 1 തന്നെ, മൈനസ് n അതും 1 തന്നെ. 1 മൈനസ് 1 0. ഇത് ആദ്യ പദം. ഇനി രണ്ട് പദങ്ങളുടെ തുകയാണ്. രണ്ട് പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ n സ്ക്വയർ 2 സ്ക്വയർ മൈനസ് 2. 4 മൈനസ് 2 2. ഇത് രണ്ട് പദങ്ങളുടെ തുക. ഇനി രണ്ടാമത്തെ പദം കാണാൻ 2ൽ നിന്ന് 0 കുറക്കുക, അത് 2 തന്നെ. അപ്പൊ ശ്രേണി വരുന്നത് എങ്ങനെയാ 0 2 4 6 ഇങ്ങനെ പോകും.
ഇനി എന്നാ പദം കാണണം? എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി, അതായത് 0 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എത്രയാ? 2. 0 പ്ലസ് 2n മൈനസ് 2. ഇവിടെ 0 പോട്ടെ, ബാക്കി എന്തുണ്ട്? 2n മൈനസ് 2. ഇതാണ് ആ അഞ്ചാമത്തെ സമാന്തര ശ്രേണിയുടെ എന്നാ പദം. 5 സമാന്തര ശ്രേണിയും ആ 5 സമാന്തര ശ്രേണികളുടെ ആദ്യ പദം കിട്ടി, അവസാന പദം കിട്ടി, ആ സമാന്തര ശ്രേണി മുഴുവനും കിട്ടി, അതോടൊപ്പം അതിന്റെ എന്നാ പദവും കിട്ടി. ക്ലിയർ? ഇനി അടുത്ത ചോദ്യം, സമാന്തര ശ്രേണികളുടെ തുക മനസ്സിൽ കാണുക. അതാണ് സമാന്തര ശ്രേണികളുടെ തുക മനസ്സിലാണ് കാണേണ്ടത്. ചെയ്ത് നോക്കിയാൽ ശരിയായില്ല. 1, 2, 3 ചോദ്യമുണ്ട്. ഒന്നാമത്തെ എന്താ? 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് ഇങ്ങനെ പ്ലസ് ചെയ്ത് 70 വരെ അതിന്റെ തുക മനസ്സിൽ കാണണം. രണ്ടാമത്തത് 1.5 പ്ലസ് 2.5 പ്ലസ് ഇങ്ങനെ കൂട്ടി 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 12 വരെ ഉണ്ട്, അതിന്റെ തുകയും മനസ്സിൽ കാണണം. പിന്നെ 1 പ്ലസ് 1 പ്ലസ് 1 1 2 പ്ലസ് 2 പ്ലസ് 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 12 1 2 വരെ അതിന്റെ ഈ 3 സമാന്തര ശ്രേണികളാണ്. ഓരോന്നിന്റെയും തുക മനസ്സിൽ കാണണം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എഴുതാം. ഒന്നാമത്തെ ചോദ്യം എ എന്താ? 51 പ്ലസ് 52 പ്ലസ് 53 പ്ലസ് ഇങ്ങനെ പോയി 70 വരെ. ഇത് മനസ്സിൽ കാണണമെങ്കിൽ, ഇതിന്റെ തുക മനസ്സിൽ കാണണമെങ്കിൽ ആദ്യം ഇതിന്റെ സൂത്രവാക്യം മനസ്സിലുണ്ടാകണം. സൂത്രവാക്യം എന്താ? അതിവിടെ തന്നിട്ടുണ്ട്. n/2 ഇൻറ്റു x1 പ്ലസ് x2. n/2 അതായത് പദങ്ങളുടെ എണ്ണം /2. പദങ്ങളുടെ എണ്ണം എത്രയാ നോക്കിയാൽ മതി. 51 മുതൽ 70 വരെയുള്ള എണ്ണ സംഖ്യകളാണ്. അത് എത്ര വരും? 20 എണ്ണം വരും. 20/2 10. അത് കിട്ടിയല്ലോ. ഗുണിക്കണം ആദ്യ പദവും അവസാന പദവും. ആദ്യ പദം എത്രയാ? 51. അവസാന പദം എത്രയാ? 70. 51ഉം 70ഉം കൂടെ കൂട്ടിയാൽ എത്രയാ? 121. 121നെ എത്ര കൊണ്ട് ഗുണിക്കണം? n/2. 20/2 അതായത് 10 കൊണ്ട് ഗുണിക്കണം. 121നെ 10 കൊണ്ട് ഗുണിച്ചാൽ എന്താ? ഒരു 0 ഇട്ടാൽ മതി. 121ന്റെ കൂടെ ഒരു 0 കൂടെ ഇട്ടു. 1210 കഴിഞ്ഞു. ക്ലിയർ? അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. 20/2 ഇൻറ്റു 51 പ്ലസ് 70 110 ഗുണിക്കണം 121 1210. ഇതാണ് ഇതിലെ ഒന്നാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും. മനസ്സിലാണേ? മനസ്സിൽ കണ്ടത് ഞാൻ ഈ ബോർഡിൽ ഒന്ന് എഴുതിയത് മാത്രമേ ഉള്ളൂ. അടുത്ത എന്താ? 1/2 പ്ലസ് 2/1/2 പ്ലസ് ഇങ്ങനെ പ്ലസ് ചെയ്തു 12/1/2 വരെ കൂട്ടണം. ഇതും മനസ്സിൽ കൂട്ടണം. അരയൊക്കെ വരുന്നുണ്ട്. അപ്പൊ വലിയ പാടാണേ. ഒരു പാടില്ല. നമുക്ക് n/2 കിട്ടണം. ആകെ എത്ര പദങ്ങൾ വരും? 1.5 മുതൽ 12 വരെ. 1.5ക്ക് ഒരു പദം, 2.5ക്ക് 2 പദം, 3.5ക്ക് 3 പദം, 4.5ക്ക് 4 പദം, 12.5ക്ക് 12 പദം. അപ്പൊ n കിട്ടി 12. 12/2 ഗുണിക്കണം ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം എത്രയാണ്? 1.5. അവസാന പദം എത്രയാണ്? 12.5. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 1.5 12 കൂടെ കൂട്ടിയാൽ മനസ്സ് കൂട്ട് 14. അരയും കൂടെ കൂട്ടിയ 1. 12 ഒന്നും കൂടെ കൂട്ടിയ 13. 13ഉം ഈ 1 കൂടെ കൂട്ടിയപ്പോ 14. 14 ഗുണിക്കണം ആകെ എത്ര പദങ്ങളാണ്? 12. 12/2 എത്രയാണ്? 6. 14 ഗുണിക്കണം 6 എത്രയാണ്? അത് ആർക്ക് അറിഞ്ഞോടാത്തത്? ചെറിയ കുഞ്ഞുങ്ങൾക്ക് അറിയാം അല്ലേ? 14 ഗുണിക്കണം 6 84. അപ്പൊ ഞാൻ അതൊന്ന് ചെയ്യാൻ പോവാണ്. 12/2 ഗുണിക്കണം 1.5 പ്ലസ് 12.5 സമം 6 ഗുണിക്കണം 14 84. ഇതും മനസ്സിൽ തന്നെ കണ്ടു. ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം എഴുതാം ആദ്യം, എന്നിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാം. മൂന്നാമത്തെ ചോദ്യം എന്താ? 1/2 പ്ലസ് 1 പ്ലസ് 1.5 പ്ലസ് 2 പ്ലസ് ഇങ്ങനെ കൂട്ടി 12.5 വരെ വന്നു. ഇതൊരു ദീർഘിച്ച ചോദ്യമാണ്.
നേരത്തിനേക്കാളും ചെറിയൊരു പ്രയാസം ഉണ്ട്. അതുകൊണ്ട് ഇതിപ്പോ ഞാൻ എങ്ങനെയാ മനസ്സിൽ ചെയ്യാ? എന്റെ പുസ്തകവും പെണ്ണൊക്കെ എടുത്തതാ, ഞാൻ ചെയ്തു നോക്കട്ടെ, അല്ലാതെ എനിക്കിതിപ്പോ ചെയ്യാൻ പറ്റൂലേ മനസ്സില് എന്നാണോ? അല്ല, ഇതും സുന്ദരമായിട്ട് മനസ്സിൽ ചെയ്യാൻ പറ്റും. എന്ത് വേണം? പദങ്ങളുടെ എണ്ണം കിട്ടണം, അത് മനസ്സിൽ കണക്കൂട്ടണം. എങ്ങനെ കണക്കൂട്ടുക? ഇപ്പോ ഇതാ 1 എന്ന സംഖ്യ എത്തുമ്പം എത്ര പദമുണ്ട്? 2 പദമുണ്ട്. 2 എന്ന പദം എത്തുമ്പം എത്ര സംഖ്യയുണ്ട്? 2 പദമുണ്ട്. അപ്പൊ 1-ന് 2, 2-ന് 4 വന്നു, 6-ന് 3-ന് 6 വന്നു, 4-ന് 8 വന്നു, 12-ന് 24 വന്നു. ഇപ്പൊ 12 വരെയാണ് 24. പക്ഷെ 12 കഴിഞ്ഞ് 12 ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ എക്സ്ട്രാ ഒന്നും കൂടി വന്നു, അത്രയേ ഉള്ളൂ. അപ്പൊ പദങ്ങളുടെ എണ്ണം എത്രയാ? 25. 25/2 ഇൻറ്റു ആദ്യ പദം അര, 1/2. അവസാന പദം 12.5. അരയും 12 കൂടെ കൂട്ടി എത്രയാ? 13. ഇപ്പൊ 13 ഗുണിക്കണം 25/2. അപ്പൊ 25/2 കണ്ടിട്ട് 13 ഗുണിക്കണ്ട. നല്ല എന്താണെന്നറിയോ? ആദ്യം 13-നെ 25 കൊണ്ട് ഗുണിക്കാം. ഏടെ ഗുണിക്കണം? മനസ്സിൽ ഗുണിക്കണം. മനസ്സിൽ ഗുണിക്കാൻ പറ്റൂലേ? പറ്റും. അതിന് ഒരുപാട് വഴിയുണ്ട്. 25-നെ 13 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ആദ്യം നമുക്ക് 25-നെ 10 കൊണ്ട് ഗുണിക്കാം. എത്രയാ? 250. പിന്നെ 25-നെ 3 കൊണ്ട് ഗുണിക്കാം. എത്രയാ? 75. ഈ 250-ഉം 75-ഉം കൂടെ കൂട്ടുക, എത്ര കിട്ടി? 325. ആ 325-നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. 325-നെ 2 കൊണ്ട് ഹരിക്കാൻ മനസ്സോട് പറ്റുമോ? ആദ്യം 300 ഹരിക്കുക, എത്ര കിട്ടും? 150. 25-നെ ഹരിക്കുക, അത് സിമ്പിൾ, 12.5 കിട്ടും. ഈ 150-ഉം 12-നും കൂടെ കൂട്ടുക, എത്രയാ? 162.5. അതാ ഉത്തരം. ഇങ്ങനെ മനസ്സിൽ ചെയ്യാം. വിഷമിച്ചിരിക്കരുത്, ഇത് എനിക്ക് ആവൂല, ഇതെന്തോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നൊന്നും പറഞ്ഞിരിക്കരുത്. നമ്മൾ സിമ്പിളായി ചെയ്യാം. അപ്പൊ ചെയ്ത വഴി എന്ന് പറയാൻ പോവാണ്. ആകെ 25 പദം. അപ്പൊ 25/2 അര പ്ലസ് 12.5. 25/2 ഗുണിക്കണം 13. 25 ഗുണിക്കണം 13 325/2. അതായത് 325-ന്റെ പകുതി. 320-ന്റെ പകുതി 160. 5-ന്റെ പകുതി 2.5. അങ്ങനെ ചെയ്യാൻ പറ്റും. 162. മനസ്സിൽ ചെയ്യാൻ പറഞ്ഞാൽ മനസ്സിൽ തന്നെ ചെയ്യണം. പിന്നെ അതിനകത്ത് ഒരു കളത്രം കഴിക്കാൻ പാടില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. 16, 24, 32 എന്ന സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുകയുടെ കൂടെ 9 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ പൂർണ്ണവർഗമാണെന്ന് സമർത്ഥിക്കുക. ഇത് നിങ്ങളുടെ പാഠഭാഗത്തിലെ സമാന്തര ശ്രേണികൾ, ഈ പാഠഭാഗത്തിലെ അവസാനത്തെ ചോദ്യം ഉണ്ടല്ലോ, ചോദ്യങ്ങൾ 9 ചോദ്യങ്ങൾ, അതിലെ 7ാമത്തെ ചോദ്യമാണ്. ആ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക നിങ്ങളെ പുസ്തകത്തിൽ നിന്ന് തന്നെ. എന്നിട്ട് ഇവിടെ നിന്ന് ഉത്തരം കണ്ടെത്തുക. ഞാൻ ഒന്നുകൂടെ വായിക്കാം. 16, 24, 32 എന്ന സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുകയുടെ കൂടെ 9 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ പൂർണ്ണവർഗമാണെന്ന് സമർത്ഥിക്കുക. ഞാനിത് പറയാൻ കാരണം അത്ര എളുപ്പത്തില് നമുക്ക് മനസ്സിലാകുന്ന ചോദ്യമല്ല. നമ്മൾ 2-3 സൂത്രവാക്യങ്ങളെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പമാണ്. എങ്ങനെയാണ് ഇത് എളുപ്പമാകുന്നതെന്ന് നോക്കാം. ചോദ്യം വിഷമാണെങ്കിലും ഉത്തരം എളുപ്പമാകുന്നത് എങ്ങനെയാന്ന് നോക്കാം. എന്താ? 16, 24, 32 ഇതാണ് സമാന്തര ശ്രേണി. ഈ സമാന്തര ശ്രേണിയിലെ ഏത് പദങ്ങളുടെ തുക എടുത്തു കഴിഞ്ഞാലും അതിന്റെ കൂടെ 9 കൂട്ടിയാൽ എന്ത് വേണം? അതൊരു പൂർണ്ണവർഗമാണെന്ന് നമ്മൾ തെളിയിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് 16-ഉം 24-ഉം കൂടെ കൂട്ടിയ എത്രയാണ്? 40. 40-ന്റെ കൂടെ 9 കൂട്ടിയാൽ 49 പൂർണ്ണവർഗമാണ്, 7 സ്ക്വയർ. ഇനി 16 തന്നെ എടുക്കുക, 1-ാം പദം, അതിന്റെ കൂടെ 9 കൂട്ടിയ എത്രയാ? 25, 5 സ്ക്വയർ. 16-ഉം 24-ഉം 32 കൂടെ കൂട്ട്, 16, 34, 16-ഉം 24, 40, 32, 72ന്റെ കൂടെ 9 കൂട്ടിയ 81, 9 സ്ക്വയർ. അപ്പൊ അതൊക്കെ പൂർണ്ണവർഗമായി വരുന്നുണ്ട്, നമ്മളിപ്പോ ചെയ്ത 3-ഉം അല്ലേ? പക്ഷെ അങ്ങോളം ഇതൊരു അറ്റമില്ലാതെ പോകുന്ന സമാന്തര ശ്രേണിയാണ്.
അതിലെ ആദ്യം മുതൽക്കുള്ള ഏത് പദങ്ങളുടെ എത്ര പദങ്ങളുടെയും തുക കണ്ട് അതിന്റെ കൂടെ 9 കൂട്ടിയാൽ അതൊരു പൂർണ്ണവർഗമാണെന്ന് തന്നെ നമുക്ക് സമർത്ഥിക്കാൻ പറ്റണം. അതിന് എന്താ വഴി? ഇതിന്റെ തുക കാണാനുള്ള സൂത്രമൊക്കെ നമുക്കറിയാം. എന്താ? S = n/2 × x1 + xn. കൺഫ്യൂഷൻ അല്ലേ? ഇത് x1 ആണ്, x1 ഇത് xn. എന്റെ ഉച്ചാരണത്തിൽ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒന്ന് x1 ആണ്, മറ്റത് xn. ഞാനവിടെ എഴുതിയിട്ടുണ്ട്, എന്നാലും ഓക്കെ. അതനുസരിച്ചിട്ട് ഇതിന്റെ തുക നമുക്കൊന്ന് കണ്ടുപിടിക്കാം. തുക എന്നിട്ട് അതിന്റെ കൂടെ 9 കൂട്ടിയാൽ പൂർണ്ണവർഗമാവോ നോക്കിയാൽ മതിയല്ലോ. അപ്പോ n/2 എന്നെ തന്നിട്ടില്ലല്ലോ അല്ലേ? അതുകൊണ്ട് നമുക്ക് n എന്നിങ്ങനെ കൊടുക്കുക. n/2 × x1 16 പ്ലസ് അവസാന പദം അറിയില്ല xn. ഈ xn ഏത് പദവുമാകാം, പക്ഷെ ആദ്യം മുതൽ 16. ഇതെന്താ സംശയമുണ്ടോ? ഒന്നുമില്ല. ഞാൻ ഈ സൂത്രമാക്കി എഴുതാം. തുക കാണാനുള്ള സൂത്രമാക്കി ഞാൻ അവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. n/2 × x1 + xn. x1 മാത്രം ഇവിടെ തന്നിട്ടുണ്ട്, എന്നോ xnോ നമുക്കറിയില്ല. അത് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. xn കാണാനുള്ള വഴി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താ? f + n - 1 × t അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ഇതിന്റെ പദങ്ങൾ നമുക്ക് ഇല്ലേ അതിന്റെ എന്നാം പദം ഒന്ന് കണ്ടു നോക്കാം. ഏത്? ഈ സമാന്തര ശ്രേണിയുടെ എന്നാം പദം ഈ സൂത്രമാക്കി അനുസരിച്ച് നമുക്ക് ഇവിടെ xn കിട്ടണമല്ലോ. xn കിട്ടിയല്ലാണ്ട് ഇത് മൊത്തം അതിന്റെ തുക കിട്ടൂലല്ലോ. അപ്പൊ നമുക്ക് xn കണ്ടുപിടിക്കാം. xn കാണുന്നത് എങ്ങനെയാ? ഈ സൂത്രവാക്യം അനുസരിച്ചാണ്. f + xn ആണ് കാണാൻ പോകുന്നത്. xn നമുക്കിവിടെ ആദ്യ പദം കിട്ടിയിട്ടുണ്ട്, xn കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ xn കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് ഈ സൂത്രമാക്കിയാണ് ഉപയോഗിക്കുന്നത്. f 16 ആദ്യ പദം പ്ലസ് n - 1 × d എത്രയാ? 16ഉം 8ഉം 24. അപ്പൊ 8. ഇത് മാറ്റിയപ്പോ എന്ത് വരും? 16 + 8n - 8. 16 - 8 എത്രയാ? 8 തന്നെ. അപ്പൊ 8n - 8 ഇതാണ് എന്ത്? xn. 8n - 8. അപ്പൊ ഇതിനെ മാറ്റി എന്താ? n/2 × 16 പ്ലസ് 8n. സോറി, ഇത് പ്ലസ് ആണ് കേട്ടോ. ഇവിടെ പ്ലസ് ആണ്. 16 - 8 എന്ന് പറയുന്നത് പ്ലസ് 8 ആണ്. ഓക്കെ. അപ്പൊ 8n + 8 ആണ് xn. 16 + xn 8n + 8. അപ്പൊ സമം എന്താണ്? n/2 × 16ഉം 8ഉം 24. അപ്പൊ 8n + 24. അപ്പൊ അതിനെ ഞാൻ മാറ്റി ഒന്ന് ഇങ്ങോട്ട് എഴുതാൻ പോവാണ്. n/2 × 8n + 24. 8ലും 24ലും പൊതുവായുള്ള സംഖ്യ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി പറഞ്ഞ. 8ലും അതുണ്ടാകണം, 24ലും അതുണ്ടാകണം. 2 ഉണ്ട് അല്ല, 2 2ലുണ്ട്. 4 ഉണ്ട്, 4 2ലുണ്ട്. 8 ഉണ്ട്, 8 2ലുണ്ട്. അപ്പൊ ഇതിൽ വലുതേ 8. അപ്പൊ നമുക്ക് 8 പുറത്തേക്ക് എടുക്കാം. അങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ n/2 × 8. ഇത് 8 എടുത്തല്ലോ, ബാക്കി എന്തുണ്ട്? n + 24ൽ നിന്ന് 8 എടുത്തല്ലോ. 24 എന്ന് വെച്ചാൽ 8 ഗുണിക്കണം 3 ആണല്ലോ. അതിൽ 8 പുറത്തേക്ക് എടുത്തപ്പോൾ ബാക്കി എന്തുണ്ട്? 3. അപ്പൊ ഇത് നമുക്ക് വെട്ടിച്ചെറുതാക്കിയാൽ 4n. 4n. അപ്പൊ ഇതിനെ മാറ്റി നമുക്ക് 4n ഗുണിക്കണം n + 3. ഈ 4n എങ്ങനെ കിട്ടിയത്? 8/2 ആണ് 4. 4 ഗുണിക്കണം n 4n. n + 3 ഇവിടെ ഉണ്ട്. ആ n + 3 കിട്ടിയത് നമ്മൾ ഇതിൽ നിന്ന് 2ൽ നിന്ന് പൊതുവായിട്ട് 8 പുറത്തേക്ക് എടുത്തു. അപ്പോഴാണ് ഇത് n + 3 ആയി മാറിയത്. ഓക്കെ.
അപ്പൊ നമുക്ക് കിട്ടിയത് 4 n into n n സ്ക്വയർ 4n സ്ക്വയർ പ്ലസ് 4 ഗുണിക്കണം 3 12n കിട്ടി. ഇതാണ് ഇവിടെ തന്നിട്ടുള്ള, അതായത് 16, 24, 32 എന്ന സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക ഇതാണ്. 4n സ്ക്വയർ പ്ലസ് 12n തുക. ഇനി ഇതിന്റെ കൂടെ 9 കൂട്ടിയാൽ എന്നിന്റെ വില ഏതാണെങ്കിലും എത്രാമത്തെ പദമാണെങ്കിലും ഇതിന്റെ തുകയാണ് 4n സ്ക്വയർ പ്ലസ് 12n. അതിന്റെ കൂടെ 9 കൂട്ടിയാൽ ഇതൊരു പൂർണ്ണവർഗമാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്, അല്ലേ? ഓർമ്മയുണ്ടോ പണ്ട് പഠിച്ച ഒരു സൂത്രവാക്യം? അതെന്താ? a പ്ലസ് ബി ഓൾ സ്ക്വയർ സമം a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഓർമ്മയില്ലേ? a പ്ലസ് ബി ഓൾ സ്ക്വയർ പണ്ട് പഠിച്ച, അല്ലേ? 7ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, അല്ല ഏതോ ഒരു ക്ലാസ് പഠിച്ചിട്ടുണ്ട് ചെറിയ. തിരിച്ചാണെങ്കിലോ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ നമുക്ക് a പ്ലസ് ബി ഓൾ സ്ക്വയർ നോക്കാം. ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം, ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം. ഇതേ രൂപത്തില് ആണ് ഇതിലുള്ളത്. a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. 2a ഓ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് 3 സ്ക്വയർ ആണ് യഥാർത്ഥത്തിൽ എന്ത്? ഇത്. അപ്പൊ ഇത് നമുക്ക് ഇതിനെ മാറ്റി ഇങ്ങനെ എഴുതുന്ന പോലെ ഇതിനെ മാറ്റി നമുക്ക് എങ്ങനെ എഴുതാന്നറിയോ? 2n പ്ലസ് 3 ഓൾ സ്ക്വയർ. അപ്പൊ ഇതിന്റെ കൂടെ 9 കിട്ടുമ്പോൾ നമുക്ക് ഇതിനെ 2n പ്ലസ് 3 ഓ സ്ക്വയർ. ഓ സ്ക്വയർ എന്ന് പറയുന്നത് അതൊരു വർഗമാണല്ലോ. അപ്പം ഇതെന്തായി? 9 കൂട്ടം കിട്ടും. ഇത് 4n സ്ക്വയർ പ്ലസ് 12ന്റെ കൂടെ 9 കിട്ടുമ്പോൾ കൃത്യമായും ഒരു വർഗസംഖ്യയായി ഇത് രൂപപ്പെടുന്നു. അങ്ങനെയാണ് നമ്മൾ ആ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. 8ാമത്തെ ചോദ്യമാണ്. 1, 2, 3, 4, 5, 6. ഇവിടെ 2 വരി വിട്ടിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ എന്താ ചോദ്യം? മുകളിൽ എഴുതിയ സംഖ്യാക്രമത്തിലെ അടുത്ത 2 വരികൾ എഴുതുക. 10ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ എഴുതുക. ആദ്യത്തെ 10 വരികളിലെ സംഖ്യകളുടെ തുക കാണുക. ഇങ്ങനെ 3 ചോദ്യമുണ്ട്. ആ 3 ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ഈ മുകളിൽ കൊടുത്ത ഒരു പാറ്റേൺ പോലെ കൊടുത്തിട്ടുണ്ട്. അതൊരു ശ്രേണി തന്നെയാണ്, സമാന്തര ശ്രേണി തന്നെയാണ്. കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അത് എഴുതി നോക്കാം. 8ാമത്തെ ചോദ്യമാണ്. 1, 2, 3, 4, 5, 6. ഇതാണ് അതിന്റെ പാറ്റേൺ, ആ സമാന്തര ശ്രേണിയുടെ പാറ്റേൺ. മുകളിൽ എഴുതിയ സംഖ്യാക്രമത്തിലെ അടുത്ത 2 വരികൾ എഴുതണം. അപ്പൊ 1, 2, 3, 4, 5, 6 ഇങ്ങനെ ക്രമത്തിൽ എണ്ണസംഖ്യകൾ തന്നെയാണ്. ഒന്നാമത്തെ 1 വരി, രണ്ടാമത്തെ 2 വരി, മൂന്നാമത്തെ 3 വരി, നാലാമത്തെ 4ാമത്തെ വരിയാണല്ലോ. അപ്പൊ 4 സംഖ്യകൾ വേണം. 6 കഴിഞ്ഞാൽ 7, 8, 9, 10. 4ാമത്തെ വരിയിൽ 4. ഇനി 5ാമത്തെ വരി എഴുതണം. അതിനകത്ത് 5 സംഖ്യകൾ വേണം. അപ്പൊ 10 കഴിഞ്ഞാൽ 11, 12, 13, 14, 15 കഴിഞ്ഞു. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. മുകളിൽ എഴുതിയ സംഖ്യാക്രമത്തിലെ അടുത്ത 2 വരികൾ എഴുതാനാണ്. ആ 2 വരികളാണ് ഇപ്പൊ ഇവിടെ എഴുതിയത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അടുത്തെന്താ? 10ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ എഴുതുക. 10ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ആകെ 10 വരികളിലായി എത്ര സംഖ്യകളുണ്ട്? അല്ലെ, 10 വരികളിലായി ആകെ എത്ര സംഖ്യകളുണ്ട് നോക്കിയാൽ മതി. അതിനെ അങ്ങനെ കാണും. ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2, മൂന്നാമത്തെ വരിയിൽ 3, നാലാമത്തെ വരിയിൽ 4, 10ാമത്തെ വരിയിൽ 10, അങ്ങനെ പോവല്ലോ. അപ്പൊ ആകെ എത്ര സംഖ്യകൾ വരും? 1 മുതൽ 10 വരെ കൂട്ടിയാൽ മതിയല്ലോ, അല്ലേ? അപ്പൊ x എന്നാണ് ആദ്യ പദം, അവസാന പദം. n/2 10/2. 11 ഗുണിക്കണം 5. അപ്പൊ 55 സംഖ്യകളാണ് 1 മുതൽ 10 വരെയുള്ള വരികളിലായി ആകെ ഉണ്ടാവുക. 55 സംഖ്യകൾ, അതായത് 1 മുതൽ 55 വരെയുള്ള എണ്ണ സംഖ്യകൾ.
അത് ക്ലിയർ ആയില്ലേ? അപ്പൊ 55ാമത്തെ സംഖ്യയാണ് 10ാം വരിയിലെ അവസാനം ഉണ്ടാവുക. 10ാം വരിയിലെ ആദ്യത്തെ സംഖ്യയോ? അപ്പൊ 9 വരി കഴിഞ്ഞിട്ടാണല്ലോ 10ാമത്തെ ആദ്യത്തെ വരി. അപ്പൊ നമ്മൾ 9ാമത്തെ വരിയിൽ എത്ര സംഖ്യ ഉണ്ട് നോക്കാം അല്ലേ? അതിന് 9ാമത്തെ വരിയിലാകുമ്പോ 1 കൂട്ടണം 9 ഗുണിക്കണം 9/2. 1 കൂട്ടണം 9 എത്രയാ? 10. 9/2. 10 5 5 9 45. അപ്പം 9 വരിയിൽ 45 സംഖ്യ ഉണ്ടാവും. അപ്പൊ 10ാമത്തെ വരിയിലെ സംഖ്യ ഏതായിരിക്കും? 46. 10ാം വരിയിലെ ആദ്യത്തെ സംഖ്യ 46, അവസാനത്തെ സംഖ്യ 55. ഓക്കെ, അത് കിട്ടിയല്ലോ. അടുത്തെന്താ? ആദ്യത്തെ 10 വരികളിലെ സംഖ്യകളുടെ തുക കാണുക. അപ്പൊ എത്ര സംഖ്യയുണ്ട് 10 വരികളിലെ? 55 സംഖ്യയുണ്ട്. ഇതിപ്പോ രണ്ടാമത്തെ ചോദ്യം കിട്ടി. എന്താ? 10ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ. ആദ്യത്തെ സംഖ്യ 46, അവസാനത്തെ സംഖ്യ 55. ഇനി 10 വരികളിലെ ആദ്യത്തെ 10 വരികളിലെ സംഖ്യയുടെ തുക കാണണം എന്ന് പറഞ്ഞാല് മൊത്തം എത്ര സംഖ്യയുണ്ട്? 55 സംഖ്യ. 1 മുതൽ 55. അതായത് 1 മുതൽക്ക് 55 വരെയുള്ള സംഖ്യകളുടെ തുക എത്ര എന്നാണ് പച്ച മലയാളത്തിൽ ചോദിച്ചത്. അത് കാണാൻ എന്താണ് വഴി? ആദ്യ പദവും അവസാന പദവും കൂടെ കൂട്ടുക. എന്നിട്ട് പദങ്ങളുടെ എണ്ണത്തിന്റെ പകുതി കൊണ്ട് ഗുണിക്കുക. 55/2. ഇത് കൂട്ടിയാൽ 56 ഗുണിക്കണം 55/2. 56നെ 2 കൊണ്ട് ഹരിച്ചാൽ 28. 55 ഗുണിക്കണം 28 എത്ര വരും? തിരിച്ചു ഗുണിക്കാം നമുക്ക് എളുപ്പം. 28നെ 55 കൊണ്ട് ഗുണിക്കാം. 28 ഗുണിക്കണം 55 ഗുണിക്കുമ്പോ എത്ര വരും? 140. 1400. 1540. ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 8ാമത്തെ ചോദ്യത്തിലെ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 1540. അടുത്ത ചോദ്യത്തിലേക്ക് 4 7 10 13 16 19 22 25 28 31. 4 7 10 13 16 19 22 25 28 31. മുകളിൽ എഴുതിയ സംഖ്യാക്രമത്തിലെ അടുത്ത 2 വരികൾ എഴുതുക. 20ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ എഴുതുക. തൊട്ട് മുമ്പ് ചെയ്ത ചോദ്യത്തിന്റെ അതേ മാതൃക തന്നെയാണ് ഈ ചോദ്യം ഉള്ളത്. 4 9ാമത്തെ ചോദ്യം 7 10 13 16 19 22 25 28 31. അടുത്ത 2 വരി എഴുതണം. ഇതില് ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരി 2, മൂന്നാമത്തെ വരി 3, നാലാമത്തെ വരി 4, 5ാമത്തെ വരി 6ാമത്തെ വരി എഴുതണം. അപ്പൊ 5ാമത്തെ വരിയിൽ എത്ര സംഖ്യ ഉണ്ടാവും? 5 സംഖ്യ ഉണ്ടാവും. 6ാമത്തെ വരിയിൽ എത്ര സംഖ്യ ഉണ്ടാവും? 6 സംഖ്യ ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇതെങ്ങനെയാ പോകുന്നത്? 4 7 10 ഇങ്ങനെ 3 ഇതാണ്. അപ്പൊ 31 കഴിഞ്ഞാൽ 34 37 40 43 46. അടുത്തത് 49 52 55 58 61 66. ഇപ്പൊ 1 2 3 4 5. 5ാമത്തെ വരിയിൽ 5 സംഖ്യ. 1 2 3 4 5 6. 6ാമത്തെ വരിയിൽ 6 സംഖ്യ. അപ്പൊ നമ്മള് ഇതിൽ ഒന്നാമത്തെ ചോദ്യം ഏതാണ്? മുകളിൽ എഴുതിയ സംഖ്യാക്രമത്തിലെ അടുത്ത 2 വരികൾ എഴുതുക. അടുത്ത 2 വരികൾ എഴുതി. അതൊക്കെ. ഇനി 20ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? നമുക്ക് 20ാമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ കാണണം. ആദ്യം നമുക്ക് 20ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ കാണാം. 20ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ കാണാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ 19ാമത്തെ വരിയിലെ അവസാന സംഖ്യ കാണുക. അതിനെന്താ വഴി?
ആദ്യം നമുക്ക് 19 വരികളിൽ ആകെ എത്ര സംഖ്യ ഉണ്ട് നോക്കാം. അതിന് L/2 19/2 ഗുണിക്കണം 1 + 19 സമം 19/2 ഗുണിക്കണം 20. 20 എത്രയാ? 10. 10 ഗുണിക്കണം 19 190 സംഖ്യകളാണ് 19 വരികളിലായി ഉള്ളത്. ഓക്കെ, അപ്പം ഈ 190ാമത്തെ സംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ xn അതായത് x 190ാമത്തെ സംഖ്യ x 190. അതിനെ നമ്മൾ ആദ്യ പദം 4 പ്ലസ് 190 മൈനസ് 1 189 ഗുണിക്കണം പൊതു വ്യത്യാസം എത്രയാ? 3. അപ്പം 4 പ്ലസ് 189നെ 3 കൊണ്ട് ഗുണിക്കാൻ എന്താ വഴി? ആദ്യം 190 ഗുണിക്കുക. 190 ഗുണിച്ചാൽ 570. 570 നിന്ന് 3 കുറക്കുക 567. 567 567 4 എത്രയാ? 571. ഇത് 19ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യയാണ്. ആദ്യത്തെ സംഖ്യയല്ല, അവസാനത്തെ സംഖ്യയാണ്. 19ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യയാണ് 571 എങ്കിൽ 20ാം വരിയിലെ ആദ്യത്തെ സംഖ്യ എന്താണ്? 571 പ്ലസ് 3 574. ക്ലിയർ? ഇനി 20ാമത്തെ വരിയിലെ അവസാനത്തെ സംഖ്യ, അതിന് എളുപ്പ വഴിയുണ്ട്. എന്താ അറിയോ? പൊതു വ്യത്യാസം 3 ആണല്ലോ. 20ാമത്തെ വരിയിൽ ആകെ എത്ര സംഖ്യ ഉണ്ട്? 20 സംഖ്യ ഉണ്ട്. അതിലെ ആദ്യത്തെ സംഖ്യ നമുക്ക് കിട്ടിയല്ലോ 574. ഇനി 19 സംഖ്യ കൂടെ ഉണ്ട്. അതായത് 19 3 57 കൂടെ കൂട്ടിയാൽ 574 കൂടെ 57 കൂടെ കൂട്ടിയാൽ മതി 631. എന്ത്? ഇതാണ് 20ാമത്തെ വരിയുടെ അവസാനത്തെ സംഖ്യ. ഓക്കെ, അപ്പം സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന പാഠപുസ്തകത്തിൽ പറഞ്ഞ മുഴുവൻ പ്രവർത്തനങ്ങളും ഏതാണ്ട് ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുൻ വർഷങ്ങളിൽ പാഠവാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു 10 ചോദ്യങ്ങൾ, കുറച്ച് വിഷമം പിടിച്ച 10 ചോദ്യങ്ങൾ ചെയ്യാൻ പഠിക്കാം. എളുപ്പത്തിൽ ചെയ്യാൻ പഠിക്കാം. അത് അടുത്ത 2 ഭാഗങ്ങളിലായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഓക്കെ.